എന്താണ് ഈ പ്രാണശക്തി എന്ന് ചോദിച്ചാൽ ഉടനെ പറയും ഓക്സിജൻ ആണ്. നോ, ഇറ്റ്സ് നോട്ട് ഓക്സിജൻ. അഖിലാണ്ട മണ്ഡലമണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. എന്താണ് അർത്ഥം? ശൂന്യതയിലെ ക്ഷേത്രം അനേക ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഒരുപാട് റിസർച്ച് നടത്തുകയും കോൺഷ്യസ് റിസർച്ചറായി ആ ഒരു ലെവലിലേക്ക് നിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണ പണിക്കർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, ABCയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ നമസ്കാരം. ഓക്കെ, സാറിൻ്റെ ഈ ഇടയ്ക്ക് ഞാൻ 1-2 ബുക്സിനകത്ത് ശൂന്യതയിലെ ക്ഷേത്രം എന്നൊരു സംഭവം കാണുകയുണ്ടായി. അപ്പോൾ എന്താണ് ശൂന്യതയിലേക്കുള്ള ക്ഷേത്രം? തൊട്ട് താഴെ ശ്രീകൃഷ്ണൻ്റെ ഒരു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രജ്ഞനെയും അറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. അതെ എന്ന് അത് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ സാറുമായിട്ട് സാർ എഴുതിയ നിരവധി ഗ്രന്ഥങ്ങളിൽ ഈ ഇടയ്ക്ക് ഞാൻ സാറിൻ്റെ കൂടെ ഒരു ഒക്കേഷനിൽ പങ്കെടുക്കാനൊരു ഭാഗ്യമുണ്ടായി. അത് ഈ ഒരു ജന്മത്തിൽ എനിക്ക് കിട്ടിയ പുണ്യമായിട്ട് ഞാൻ കാണുന്നു. അതിൽ ആഫ്റ്റർ ഡെത്ത് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. സാർ ഒന്ന് അതിനെക്കുറിച്ച് പറയാമോ? ശരി. ഇപ്പോൾ ഞാൻ കോൺഷ്യസ്നെസ് റിസർച്ചറാണ്. ശാസ്ത്രം പഠിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, ദ ലാസ്റ്റ് ഫ്രണ്ടിയർ ഓഫ് സയൻസ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സാണ്. അതെ. എന്താണ് ഈ കോൺഷ്യസ്നെസ് എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർക്ക് എക്സാക്റ്റായിട്ട് മെഷർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പല ഇൻഡയറക്റ്റ് എവിഡൻസസും കാണിക്കുന്നത് അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് തിയറി മുഴുവൻ ഇതിനെ ബേസ് ചെയ്തിട്ട് പല സയൻറ്റിഫിക് തിയറികളും വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഫീൽഡ്. ഞാനൊരു 20-25 വർഷമായിട്ട് ഇതുമായിട്ട് ഗവേഷണം ചെയ്തു പോകുന്ന ഒരു പഠിതാവാണ്. അല്ലാണ്ട് ഞാനിതിൽ ഒരു സർവാധികാരിയൊന്നുമല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു 10-35 വർഷം ഞാൻ പഠിപ്പിക്കുകയുണ്ടായി. എന്നെ വേൾഡ് വൈഡ് എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ചില ഇന്ദ്രിയാതീത അനുഭവങ്ങളുണ്ടായി. അങ്ങനെയാണ് ഞാൻ കോൺഷ്യസ്നെസ് റിസർച്ചിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഫീൽഡ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് എനിക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ പരപ്പാകാം, വലിയ പരപ്പാകാം. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നല്ലോ, നമ്മൾ എന്ന് പറയുന്നത് തന്തുക്കൾ അല്ലെങ്കിൽ ബിന്ദുക്കൾ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് വേർഡ്. ബിന്ദുക്കൾ, എനർജിയുടെ ഒരു ബിന്ദു കണക്കിലെടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫോട്ടോൺ എന്ന് പറയുന്നത് പ്രകാശരശ്മിയുടെ ഒരു പാർട്ടിക്കിളാണ്. മാസില്ല, പക്ഷേ അതിനൊരു ഫീൽഡുണ്ട്. അപ്പോൾ ഫോട്ടോൺ 2 രീതിയിലാണത്. ഒന്ന്, നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ ഈ സയൻസിൻ്റെ ഭാഷയിൽ പറയും കൊളാപ്സ് ചെയ്യുമെന്ന് പറയും. കൊളാപ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. പക്ഷേ അത് സഞ്ചരിക്കുമ്പോഴത്തേക്കും ഫീൽഡായിട്ടാണ് സഞ്ചരിക്കുന്നത്, വ്യാപിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ ശൂന്യതയിലെ ക്ഷേത്രമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. അതെ. ശൂന്യത എന്ന് പറയുമ്പോഴേ യാതൊന്നുമില്ലാത്ത ആബ്സല്യൂട്ട് വോയിഡ് സ്റ്റേറ്റ് എന്ന് ആരും ധരിക്കരുത്. അത് എല്ലാ സാധ്യതകളുമുള്ള ഒരു റിലേറ്റീവ് വോയിഡ് സ്റ്റേറ്റാണ്. അതിനെ 0 പോയിൻ്റ് ഫീൽഡ് എന്നാണ് പറയുന്നത്. 0 പോയിൻ്റ് ഫീൽഡ്, അതാണ് ശാസ്ത്രം കൊടുത്തിരിക്കുന്ന നാമധേയം. അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിമിഷത്തിൻ്റെ അനേകായിരത്തിൽ ഒരംശത്തിൽ പാർട്ടിക്കിൾസ് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിവിടെയും സംഭവിക്കുന്നുണ്ട്, എൻ്റെ ദേഹത്തും സംഭവിക്കുന്നുണ്ട്. ആ പെട്ടിയുടെ മുകളിൽ എല്ലായിടത്തും നിമിഷത്തിൻ്റെ ഇമ അടയ്ക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറില്ലേ. നമ്മൾ കണ്ണടക്കി തുറക്കുന്നതിന് മുമ്പ് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയും ചെയ്യുകയാണ്. എന്താണ് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുന്നത്? വെർച്വൽ ആൻഡ് ആൻറ്റി വെർച്വൽ പാർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. ഈ ആൻറ്റി വെർച്വൽ പാർട്ടിക്കിൾസ് ആൻറ്റി മാറ്റർ തന്നെയാകാനാണ് സാധ്യത എന്നുള്ളതാണ് ശക്തമായ അഭ്യൂഹം. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ട് വീണു, ഇവിടെ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ തത്സമയം വന്നു, അത് തമ്മിൽ യോജിച്ചു, അത് എനർജി ആയിട്ട് മാറുകയാണ്. പക്ഷേ ഓരോ 10⁸ പാർട്ടിക്കിൾസ്, 10⁸ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു
ഇപ്പം 10⁻³ എന്ന് പറയുന്ന 1000 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 ബില്യൺ അങ്ങനെ വരുമായിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾസ് വരുമ്പോൾ അതിൽ ഒരു പാർട്ടിക്കിൾ കുറച്ച് താമസിച്ച് വരും. അതിനർത്ഥം ഈ ആദ്യം വന്ന പാർട്ടിക്കിൾ അങ്ങ് ശൂന്യതയിലേക്ക് അബ്സോർബ്ഡ് ആവും, ഈ പാർട്ടിക്കിൾ നിലനിൽക്കും. അപ്പോൾ ഇവിടെ തിയറി ഓഫ് പാരലൽ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊക്കെ സയൻറ്റിഫിക് സ്പെക്കുലേഷൻസാണ്. പക്ഷേ ഇപ്പോൾ മിക്കവാറും ശാസ്ത്രജ്ഞർ ഒട്ടുമിക്കാലും ആൾക്കാർ സമ്മതിക്കുന്നുണ്ട് പാരലൽ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10⁸ പാർട്ടിക്കിൾസ് വന്നപ്പോൾ ഒരു പാർട്ടിക്കിൾ അപ്പിയർ ചെയ്തു, അതിൻ്റെ കൂട്ടുകാരൻ വരാത്തതുകൊണ്ട് അവൻ അവിടെ നിലനിന്നു. കൂട്ടുകാരൻ വന്ന് അവൻ മറുവശത്തേക്ക് പോയി. ബാർ എക്സ്പെരിമെൻ്റ് എന്നും പറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഞാൻ ഒരു കാര്യവും വെറുതെ അങ്ങ് പറഞ്ഞു കൂട്ടുകയല്ല, എക്സ്പെരിമെൻ്റ് ബേസ്ഡാണ്. അമേരിക്കയിലെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നും പറഞ്ഞൊരു വലിയ സേൺ എക്സ്പെരിമെൻ്റ് എന്ന് കേട്ട് കാണുമല്ലോ. സ്വിറ്റ്സർലൻഡ് സേൺ എക്സ്പെരിമെൻ്റ് 27 കിലോമീറ്റർ ചുറ്റളവുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ സംഘട്ടനം നടത്തുന്ന ഒരു പരീക്ഷണമാണത്. അതിന് അത്രയും വലുതല്ലെങ്കിൽ അമേരിക്കയിലെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ ബാർ എന്നൊരു പരീക്ഷണം നടത്തി. ഈ വെർച്വൽ ആൻറ്റി പാർട്ടിക്കിൾസ് ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊരു പരീക്ഷണമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അവരാണ് ഇത് കൗണ്ട് ചെയ്ത് 10⁸ പാർട്ടിക്കിൾസ് വരുമ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മിച്ചം നിൽക്കുന്നു. മറ്റേ പാർട്ടിക്കിൾ എവിടെ പോയി? അത് പാരലൽ വേൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫീൽഡുകളെക്കുറിച്ചാണ് പറയുന്നതെന്ന് മറക്കണ്ട. ഫീൽഡുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് വോയിഡ് സ്റ്റേറ്റിലേക്ക് വരേണ്ടതായിട്ട് വന്നു. 0 പോയിൻറ്റ് ഫീൽഡിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. കുറച്ച് സയൻസ് ഉണ്ട് ഇതിനകത്ത്, പക്ഷേ ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. നമ്മുടെ യഥാർത്ഥ പ്രതിപാദ്യ വിഷയം ആ സയൻസ് അല്ല, ആത്മീയത തന്നെയാണ്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ക്വാണ്ടം മെക്കാനിക്സും സയൻസുമായിട്ടുള്ള ബന്ധമൊന്ന് സ്ഥാപിച്ചെടുത്താൽ ചെറുപ്പക്കാരായ നമ്മുടെ ആൾക്കാർക്കൊക്കെ ഇതൊന്ന് കൺവിൻസ്ഡ് ആവുള്ളൂ. അപ്പോൾ ഈ ബാർ എക്സ്പെരിമെൻറ്റിൽ ഇത് കണ്ടുപിടിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് പാരലൽ വേൾഡിലേക്കായിട്ട് വേണം, അത് ആൻറ്റി മാറ്റർ. അപ്പോൾ ആ ആൻറ്റി മാറ്റർ ഒരു കുഴപ്പം, എന്തുകൊണ്ട് ഈ ക്വാണ്ടിറ്റി ഓഫ് ആൻറ്റി മാറ്റർ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ, ഈ ദൃശ്യപ്രപഞ്ചത്തിൽ എവിടെ പോയി ബാക്കിയുള്ള ആൻറ്റി മാറ്റർ എന്നുള്ളൊരു ഉത്തരവും കൂടിയാണ് ഈ പാരലൽ വേൾഡ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതാണ് ഫീൽഡിൻ്റെ ഒരു ആദ്യത്തെ ഇത്. പിന്നെ പറയാനാണെങ്കിൽ ഈ ഫീൽഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും മില്യൺസ് ഓഫ് ഫീൽഡുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ സംവിധാനങ്ങൾ, മൊബൈൽ ടവർ അല്ലെങ്കിൽ ടെലിഫോൺ, ഈ പറയുന്ന നമ്മുടെ ആർട്ടിഫിഷ്യൽ സംവിധാനങ്ങളെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകളെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇതല്ലാതെ പ്രപഞ്ചത്തിൽ അനാദികാലം മുതൽ നിൽക്കുന്ന ഫീൽഡുകളുണ്ട്. അങ്ങനെയാണ്, അതിലൊന്നാണ് ഈ ഹിഗ്സ് ഫീൽഡ് എന്ന് കേട്ട് കാണുന്നത്. ഹിഗ്സ് ഫീൽഡ് ഡിറ്റക്റ്റ് ചെയ്തു, അതിന് നോബൽ പ്രൈസൊക്കെ കിട്ടി ഹിഗ്സിന്, ഇത് പ്രപ്പോസ് ചെയ്യാൻ. അപ്പോൾ ഈ ഫീൽഡ് 2 തരത്തിലാണ് നമ്മൾ പറയുന്നത്, ഭൗതികമായ ഫീൽഡും ജൈവ ഫീൽഡും. നമ്മുടെ ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് ജൈവ ഫീൽഡിലാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ തന്നെ പറയാം. പക്ഷേ ഈ ഭൗതികമായ ഫീൽഡ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അത് കൊളാപ്സ് ചെയ്യാം, പാർട്ടിക്കിളായിട്ട് കൊളാപ്സ് ചെയ്യുക. എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകളാണ്. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫീൽഡുണ്ട്, മറ്റു പല പാർട്ടിക്കിൾസിൻ്റെയൊക്കെ ഫീൽഡുകളുണ്ട്. അപ്പോൾ ഭൗതികമായ ഫീൽഡുകൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്, അതിൻ്റെ വ്യാപനമുണ്ട്. അതിൻ്റെ ചുറ്റും അതിൽ കൂടിയാണ് നമ്മൾ സദാ എടുക്കുകയും എല്ലാവിധ കൃത്യന്തര ബഹിരതകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഈ പ്രവാഹം നമ്മളുടെ മൂഡിനെയും നമ്മളുടെ ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ടാകും. അതാണല്ലോ പറയുന്നത്, മൊബൈൽ ടവറുകളുടെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് ബ്രെയിനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ടാക്കാം. അതൊക്കെ മാഗ്നറ്റിക് ഫീൽഡുകളാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ജൈവ ഫീൽഡിലേക്ക് വരാം. ജൈവ ഫീൽഡ് എന്ന് പറയുന്നത് ലൈഫ് ഫോഴ്സാണ്. ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ രചനകളിൽ ലൈഫ് ഫോഴ്സ് പ്രാണശക്തി എന്ന് തന്നെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അതിനെനിക്ക് ഷെഡ്രക്, നോബൽ ലോറേറ്റ് ഷെഡ്രക്കിൻ്റെ രചനകളുടെ സപ്പോർട്ടുമുണ്ട്. അപ്പോൾ ഈ ലൈഫ് ഫോഴ്സിൽ പ്രാണ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ് ഈ പ്രാണശക്തി എന്ന് ചോദിച്ചാൽ ഉടനെ പറയും ഓക്സിജനാണ്. നോ, ഇറ്റ്സ് നോട്ട് ഓക്സിജൻ. ഈ ഓക്സിജനിൽ അന്തർലീനമായിരിക്കുന്ന പ്രാണശക്തി,
അത് ഡാർക്ക് മാറ്റർ പാർട്ടിക്കിൾ ആകാനാണ് വഴി എന്നാണ് എൻ്റെ ഗവേഷണം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫീൽഡുകളാണ് പറയേണ്ടത്. നമ്മുടെ ശരീരത്തിൽ വീൽസ് ഓഫ് എനർജി എന്നും പറഞ്ഞൊരു ഫീൽഡ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചർ ഡോക്ടർ വലേറി ഹണ്ട്. എന്താണ് ഈ വീൽസ് ഓഫ് എനർജി? ചക്രകൾ. 7 ചക്രകളുണ്ടെന്ന് ഇപ്പോൾ പാശ്ചാത്യ ലോകം സമ്മതിച്ചു കഴിഞ്ഞു, പാശ്ചാത്യ ശാസ്ത്രം എന്ന് പറഞ്ഞ എല്ലാ ശാസ്ത്രജ്ഞരും ഇതൊക്കെ സമ്മതിച്ചു എന്നൊന്നും അർത്ഥമില്ല. വേറിട്ട് ചിന്തിക്കുകയും വേറിട്ട രീതിയിൽ ഗവേഷണം ചെയ്യുകയും ചെയ്തിട്ടുള്ള പാശ്ചാത്യ ശാസ്ത്രജ്ഞർ, അതിലൊരു ഉദാഹരണമാണ് ഡോക്ടർ വലേറി ഹണ്ട്. അതിൽ തന്നെ സ്കാലാർ ഫീൽഡുണ്ട്, വെക്ടർ ഫീൽഡുണ്ട്, അങ്ങനെ പല. സ്കാലാർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദിശാരഹിത ഫീൽഡാണ്. അതിന് പ്രത്യേക ദിശയൊന്നുമില്ല, അത് ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ സൗകര്യമുള്ളിടത്തേക്ക് അങ്ങ് പോകും. വെക്ടർ ഫീൽഡല്ല, ഒരു പ്രത്യേക ഡയറക്ഷനിൽ കൂടിയാകും പോകുന്നത്. അപ്പം ഈ നമ്മുടെ ശരീരത്തിലുള്ള ലൈഫ് ഫോഴ്സിലെ ഈ 7 ഫീൽഡുകൾ അവർ മാപ്പ് ചെയ്തു. അത് വീൽസ് ഓഫ് എനർജിയാണെന്ന് അവർ കണ്ടുപിടിച്ചു. പിന്നെ ഒന്നുള്ളത് ദ കുണ്ടലിനി ഫീൽഡ്. കുണ്ടലിനി ഫീൽഡിനെ കുറിച്ച് ആദ്യമായിട്ട് പാശ്ചാത്യ ലോകത്തിന് അറിവ് കിട്ടിയത് ലിവിങ് വിത്ത് കുണ്ടലിനി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കൂടിയാണ്. ലിവിങ് വിത്ത് കുണ്ടലിനി. അതിൽ പണ്ഡിറ്റ് ഗോപി കൃഷ്ണ 12 വർഷമായിട്ട് തനിക്കുണ്ടായ കുണ്ടലിനി അനുഭവങ്ങളാണ് ആ പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേംഡായി. സ്വീഡിഷ് അക്കാഡമി ഓഫ് പാരാസൈക്കോളജിസ്റ്റിൻ്റെ ചെയർപേഴ്സൺ അന്നത്തെ കാലത്ത്, അത് യൂട്യൂബിൽ കിട്ടും, ഇൻ്റർവ്യൂ വിത്ത് പണ്ഡിറ്റ് ഗോപി കൃഷ്ണ, ആദ്യമായിട്ട് പറയുകയാണ് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ പല ആത്മീയ പ്രഭാഷകരും കുണ്ടലിനി, ഇട, പിങ്കള, സുഷുപ്ന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരാരും പറയുന്നില്ല അവരിൽ അത് വികസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാരും പറയുന്നില്ല. അത് അതിൻ്റെ ഒരു പോരായ്മയാണ്. എന്നോട് ചോദിച്ചാൽ എനിക്ക് കുണ്ടലിനിയൊന്നും ഡെവലപ്പ് ചെയ്തിട്ടൊന്നുമില്ല, എൻ്റെ അത് ശാസ്ത്ര വിഷയമാണ്. ഒരുപക്ഷെ എന്നിലുള്ള ഒരു ആത്മീയമായിട്ട് എന്നിൽ കുറച്ച് കൂടുതൽ എനർജി കാണുമായിരിക്കാം എന്നുള്ളതല്ലാതെ ഇല്ല. പക്ഷേ ഈ ചക്രകുണ്ടലിനി ഫീൽഡുകൾ അളക്കപ്പെട്ടു ലൈഫ് ഫോഴ്സ്.